ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഖുർആൻ പഠന പരിപാടി തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത് മുഹമ്മദിൻ്റെ മക്ക ദൗത്യം പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആലോചിക്കുകയും ആ ആത്മഹത്യയിൽ നിന്ന് മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ ജിബ്രീലിൻ്റെ രൂപത്തിൽ വന്ന് പിന്തിരിപ്പിക്കുകയും നിരാശ ബാധിച്ച മുഹമ്മദിനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ കുടികൊള്ളുന്ന അള്ളാഹു വെളിപാടുകളുമായി പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കോമഡികളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ചർച്ച ചെയ്യേണ്ട അധ്യായം 19-ാമത്തെ അധ്യായമാണ്, മറിയം എന്ന അധ്യായം. പക്ഷേ ഞാൻ മറിയം എന്ന അധ്യായം സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള 20-ാമത്തെ അധ്യായമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. മറിയം എന്ന അധ്യായം ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ള കാരണം അതിനകത്ത് ബൈബിളിലെ കഥയാണ് പറയുന്നത്. ഈ ബൈബിൾ കഥകളും അതുപോലെ ഈ മൂസക്കഥ, ഈസക്കഥ, ഹാറൂൻ കഥ, അങ്ങനെ ഒരുപാട് കഥകൾ തുടർച്ചയായിട്ട് ഖുർആനിൽ പല അധ്യായങ്ങളിലായി ആവർത്തിക്കുന്നുണ്ട്. ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചറപറ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആവർത്തനങ്ങൾ അതേപോലെ ആവർത്തിച്ചുകൊണ്ട് ഈ ക്ലാസ് തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ടൈം വേസ്റ്റാണ്, അത് ബോറിങ്ങാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അത്തരം കഥകൾ വിവരിക്കുന്ന അധ്യായങ്ങൾ മൊത്തം സ്കിപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ വാക്യങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഈ കഥകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അതിനകത്ത് ആവർത്തനം ഒഴിവാക്കിയിട്ട് ആ കഥകൾ മൊത്തം ബൈബിൾ കഥകളുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കാം നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആവർത്തനം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മറിയം എന്നുള്ള അധ്യായം തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത അധ്യായം 20-ാമത്തെ അധ്യായം ത്വാഹ എന്നാണ്. ഇനി ത്വാഹ എന്ന അധ്യായത്തിലും ചർച്ച ചെയ്യാൻ വളരെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. ത്വാഹ എന്ന ഈ അധ്യായത്തിൽ നമ്മൾക്ക് മൊത്തം 135 വാക്യങ്ങളുണ്ട്. പക്ഷേ ആ 135 വാക്യങ്ങളിൽ തുടക്കത്തിലുള്ള 7 അല്ലെങ്കിൽ 8 വാക്യങ്ങളും അത് കഴിഞ്ഞ് 128-ാമത്തെ വാക്യം മുതൽ 135 വരെയുള്ള അവസാനത്തെ കുറച്ച് വാക്യങ്ങളും മാത്രമേ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. ബാക്കി അതിൻ്റെ നടുവിലുള്ള മുഴുവൻ വാക്യങ്ങളും മൂസക്കഥയും ആദം കഥയും ആവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ മൂസക്കഥയും ആദം കഥയും ഖുർആനിൽ നിരവധി അധ്യായങ്ങളിൽ ആവർത്തിക്കുന്നത് കൊണ്ടും ഇതിനു മുമ്പ് തന്നെ കുറേ അധ്യായങ്ങളിൽ നമ്മളത് പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ടും ഈ കഥ ഞാൻ മാറ്റിവെക്കും. എന്നിട്ട് ഇതിൻ്റെ തുടക്കത്തിലുള്ള ഈ 8-7 വാക്യങ്ങളും അവസാനത്തിലുള്ള ഏതാനും വാക്യങ്ങളും മാത്രമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള ബൈബിൾ കഥകളും മറ്റ് പൂർവികരുടെ കെട്ടുകഥകളും ആവർത്തിച്ച് വിവരിക്കുന്ന അധ്യായങ്ങളും ആ അധ്യായങ്ങളിലെ ഈ കഥകൾ പറയുന്ന ഭാഗങ്ങളും മൊത്തം മാറ്റിവെച്ച് അതെല്ലാം കൂടെ അവസാനം നമുക്ക് അതിലെ ആവർത്തനങ്ങൾ ഒഴിവാക്കി അതിൻ്റെ മൊത്തം കണ്ടൻറ്റ് ബൈബിളിലെയും മറ്റും കഥകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് വിശകലനം ചെയ്യുന്ന മറ്റൊരു ക്ലാസ് അവസാനം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ക്ലാസ് ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ആവർത്തിച്ച് വരുന്ന ഈ പൂർവീകരുടെ കെട്ടുകഥകൾ, ബൈബിൾ കഥകളെല്ലാം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമുക്ക് താഹ എന്ന ഈ അധ്യായത്തിലേക്ക് വരാം. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ മുഹമ്മദ് നിരാശ ബാധിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ അള്ളാഹു തന്നെ മുഹമ്മദിനെ കൺസോൾ ചെയ്യുന്നതായിട്ട്, ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതും അത്തരത്തിലുള്ള കുറച്ച് വാക്യങ്ങൾ കൊണ്ട് ആണ് തുടങ്ങുന്നത്. ആ ആശ്വസിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് പിന്നെയും മൂസക്കഥ പറയുകയാണ്. അപ്പോൾ മൂസക്കഥ നമ്മൾ ആവർത്തിക്കുന്നില്ല, പകരം എന്താണ് ഇതിനകത്ത് ആദ്യം വരുന്നത് എന്ന് നോക്കാം. ഈ അധ്യായം അവതരിച്ചതിൻ്റെ പശ്ചാത്തലം വാഹിദി തഫ്സീറിലും അതുപോലെ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലും ഒക്കെ പറയുന്നുണ്ട്. ഞാനത് ആദ്യം വായിക്കാം. ആദ്യത്തെ ആയത്ത് വായിച്ചുകൊണ്ട് അതിലേക്ക് വരാം. ത്വാഹ എന്നാണ് ആദ്യത്തെ വാക്യം. അത് 2 അക്ഷരങ്ങളാണെന്നും ത്വാഹ എന്നുള്ളതൊരു വാക്കാണെന്നും അത് മുഹമ്മദിനെ ഒരു ഓമനപ്പേര് കൊണ്ട് വിളിച്ചതാണ് എന്നുമൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ. മുഹമ്മദ് വളരെയധികം നിരാശ ബാധിച്ച് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, പരിഹാസം കൊണ്ട് ചൂളിപ്പോയൊരു സന്ദർഭത്തിൽ മുഹമ്മദിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഓ കുഞ്ഞിമോനെ എന്നതുപോലുള്ള ഒരു വാത്സല്യമുള്ള പേര് വിളിച്ചുകൊണ്ട് മുഹമ്മദിനെ സംബോധന ചെയ്തതാണ് എന്നാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. മറ്റു ചില വ്യാഖ്യാനങ്ങൾ പറയുന്നു. വേറെ ചിലർ അള്ളാഹു ആലം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. കാരണം ഇത് കേവലം 2 അക്ഷരങ്ങൾ മാത്രമാണ്. അങ്ങനെ ത്വാഹ എന്ന് വിളിച്ചതിന് ശേഷം
പറയുന്നത് മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, നിനക്ക് നാം ഖുർആൻ അവതരിപ്പിച്ച് തന്നത് നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ഈ 2 വാക്യങ്ങളുടെ അർത്ഥം. അപ്പോൾ നിനക്ക് ഞാൻ ഖുർആൻ ഇറക്കി തന്നത് നീ വല്ലാണ്ട് ക്ലേശിക്കാനും ബുദ്ധിമുട്ടാനും വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുന്ന ആളുകൾക്ക് ഉത്ബോധനം നൽകാൻ വേണ്ടി മാത്രമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് മുഹമ്മദിനെ ഇവിടെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് പോലും. അള്ളാഹു എന്നത് മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെയുള്ള ഒരു തോന്നലാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സിൻ്റെ ഒരു മൂലക്കലിരുന്ന് മുഹമ്മദിൻ്റെ തന്നെ മനസ്സിനെ അള്ളാഹു ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഖുർആനിൽ പല സ്ഥലത്തും നമ്മളിതിനു മുമ്പ് കണ്ടതാണ്, ഇപ്പോഴും കാണുന്നത് അതാണ്. എന്താണ് ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കൽ ഉണ്ടാവാനുള്ള ഒരു സന്ദർഭം? അത് വാഹിദി തഫ്സീറിലും ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. വാഹിദി തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുഖാത്തിൽ സെഡ്, അബൂ ജഹൽ ആൻഡ് നദർ ബിൻ ഹാരിസ് സെഡ് ടു ദി പ്രോഫറ്റ്, യു ഹാവ് ബിക്കം ഡിസ്ട്രസ്ഡ് ബിക്കോസ് ഓഫ് ലീവിങ് അവർ റിലിജൻ. They said this because they saw him immersed in worship for long times and striving hard. And so Allah revealed this verse. ഇനി മറ്റൊരു വിശദീകരണം. ദഹാക്ക് said, when the Quran was revealed to the Prophet, he and his companions stood up to pray. The unbelievers of Quraysh said, this Quran was only revealed to Muhammad to make him distressed. And so Allah revealed. അപ്പോൾ എന്താണ് സംഭവം? മുഹമ്മദിന് ആദ്യകാലത്ത് ഈ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരുന്ന അവസരങ്ങളിൽ നീണ്ട നിസ്കാരവും നീണ്ട ഓത്തുമായിരുന്നു പണി. മുഹമ്മദ് മാത്രമല്ല, കൂടെ അന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെയും കൂടെ നിർത്തിയിട്ട് ഇങ്ങനെ നേരം വെളുക്കോളം രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിന്ന് നിസ്കരിക്കലായിരുന്നു പണി. അന്ന് നിസ്കാരത്തിൻ്റെ ഇന്നത്തെ രൂപം ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. എന്തായാലും നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഒരു തരം നിസ്കാരമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ നിസ്കാരത്തിൽ മുഹമ്മദ് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ബുദ്ധിമുട്ടുകയും ക്ലേശം അനുഭവിക്കുകയും ചെയ്യുന്നത് അപ്പുറത്ത് നിന്നുകൊണ്ട് ഖുറൈശികൾ കാണുകയും അവരതിനെ കളിയാക്കുകയും ചെയ്തു. മുഹമ്മദിൻ്റെ കൂടെ ഈ അനുയായികൾക്കും നേരം വെളുക്കോളം ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഓതി നിസ്കരിച്ചും കഴിയുന്നത് കൊണ്ട് കാലിൽ നീര് കെട്ടുകയും പിറ്റേന്ന് പണിക്ക് പോകാൻ പറ്റാതാവുകയും അങ്ങനെ ജീവിതം തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു എന്നൊക്കെ ഉള്ള വിശദീകരണങ്ങൾ ഹദീസുകളിൽ കാണാം. അങ്ങനെ പിന്നെ ഈ നേരം വെളുക്കോളമുള്ള നിസ്കാരം ഓത്തും വേണ്ട, ഇനി നിങ്ങൾ കുറച്ച് നിസ്കരിച്ചാൽ മതി, കുറച്ച് ഓതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയത്ത് തിരുത്തുന്നതൊക്കെ വേറെ കോമഡി ഉണ്ട്. അത് നമ്മൾ വേറെ അധ്യായങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇനിയും പറയാവുന്നതാണ്. രാത്രി നേരം വെളുക്കോളം നിന്നിട്ട് ഉറക്കമൊഴിച്ച് ഓതുകയും നിസ്കരിക്കുകയും ചെയ്യുക എന്ന രീതിയായിരുന്നു ആദ്യം അള്ളാഹു തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നും പിന്നീട് അതുകൊണ്ട് നീര് കെട്ടിയും കാലിന് നീര് കെട്ടിയും പിന്നെ പണിക്ക് പോകാൻ പറ്റാതെയും ഉറക്കമൊഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ അത് ആളുകൾ പരാതി പറഞ്ഞപ്പോൾ അള്ളാഹു തന്നെ അത് തിരുത്തി കൊടുക്കുകയും അത്രയൊന്നും വേണ്ടെന്നാൽ കുറച്ച് സൗകര്യം പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇളവ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കോമഡികൾ കാണാം. ഇവിടെ ഇങ്ങനെ ഉറക്കമൊഴിച്ച് നിന്ന് ഓതുകയും അങ്ങനെ ഓതുമ്പോൾ മുഹമ്മദ് ഉറക്കെ ഓതി കഷ്ടപ്പെടുകയും പിന്നെ ഓർമ്മയിൽ നിന്ന് മറന്നുപോയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയും സ്ട്രഗിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ വേർത്തും കുളിച്ചും ഈ ഓത്തും നിസ്കാരവുമായിട്ട് നേരം വെളുക്കോളം ഇവരവിടെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് അബൂ ജഹലും അതുപോലെ അന്നത്തെ ഖുറൈശികളായിട്ടുള്ള ആളുകളും ഇവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്തു എന്നാണ് ഇവിടെ തഫ്സീറുകളിൽ പറയുന്നത്. ആ സന്ദർഭത്തിൽ മുഹമ്മദിന് മനസ്സിൽ വിഷമം തോന്നി. ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത് എന്നാണ്. അള്ളാഹുവിന് ഇതായിരുന്നു പണി. മുഹമ്മദിന് മനസ്സിൽ വിഷമം തോന്നി അപ്പം മുഹമ്മദിനെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും പറയുക, മുഹമ്മദിന് ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ അതിന് ഒരു മറുപടി പറയുക, മുഹമ്മദിനെ ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിയാൽ അപ്പോൾ ആ ശത്രുക്കളെ അങ്ങോട്ടും കളിയാക്കിക്കൊണ്ട് വേറൊരു മറുപടി പറയുക. ഇങ്ങനെ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയക്കൊപ്പം കടന്ന് ഉരുണ്ടുമറിയുന്ന ഒരു ദൈവമാണ് ഖുർആനിൽ നമ്മൾ കാണുന്നത്. അത് ഖുർആനിൻ്റെ വക്താക്കൾ നടത്തുന്ന അവകാശവാദവുമായി തീരെ പൊരുത്തപ്പെടാത്ത വളരെ യുക്തിഹീനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ദൈവം മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് കൊടുത്തയച്ച് ആ കിതാബ് വിശദീകരിക്കാനാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എങ്കിൽ
ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങളിലും ആ പ്രവാചകൻ്റെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അയാളുടെ ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയുന്ന രീതിയിലും ഒക്കെ ഒരു പുസ്തകം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി ലളിതമായിട്ട് വിഷയാനുബന്ധിതമായിട്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ആ പുസ്തകത്തിനനുസരിച്ച് ഒരു വ്യാഖ്യാനം അവിടെ ഉണ്ടായാൽ മതി. ആ വ്യാഖ്യാനം മുഹമ്മദിന് സ്വയം വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ ഈ ഖുർആൻ എടുത്തുകൊണ്ട് അന്നേരം ജിബ്രീൽ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു കിതാബ് ഇറക്കാത്ത പടച്ചോൻ മുഹമ്മദിൻ്റെ വായിൽ കൂടെ മുഹമ്മദിന് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതെങ്ങനെ ഒരു ദൈവത്തിൻ്റെ പുസ്തകമാകുക? അതെങ്ങനെ ഒരു മാർഗദർശന പുസ്തകമാകുക? അതെങ്ങനെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ പുസ്തകമാവുക? അപ്പോൾ ഈ അവകാശവാദം, ഖുർആനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെ വരുന്ന മുഴുവൻ വെളിപാടുകളും. മുഹമ്മദിൻ്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് ഇങ്ങനെ മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പുറത്തേക്ക് വിടുക എന്നൊരു പ്രക്രിയയല്ലാതെ ഇതിനകത്ത് വേറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ മുഹമ്മദിനെ ഖുറൈശി നേതാക്കന്മാർ മുഹമ്മദ് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് പരിഹസിച്ചപ്പോൾ മുഹമ്മദിന് മാനസിക വിഷമമുണ്ടായി. ആ മാനസിക വിഷമം കാരണം മുഹമ്മദ് പാറപ്പുറത്തുനിന്ന് ചാടി മരിക്കാൻ പോയി. അപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ പിന്തിരിപ്പിച്ചു. എന്നിട്ട് മുഹമ്മദ് അതിനൊരു മുട്ടുന്യായം കണ്ടെത്തി. ഇവിടെ മുഹമ്മദിനെ അന്നത്തെ ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇവൻ്റെ പടച്ചോനിങ്ങനെ ഇതൊക്കെ ഇറക്കി കൊടുത്തിരിക്കുന്നത്, ഇവനെ നിയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ മുഹമ്മദിന് വലിയ വിഷമം തോന്നിയപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ മുഹമ്മദിനെ ഇങ്ങനെ പറഞ്ഞ് താഹാന്ന് വിളിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഭൂമിയെയും ഉന്നതങ്ങളായ ആകാശങ്ങളെയും സൃഷ്ടിച്ചവൻ്റെ പക്കൽ നിന്ന് അവതരിച്ചതാണ് ഇത് എത്ര തവണ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഖുർആനിൽ. ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്ന് മുഹമ്മദിന് 23 കൊല്ലക്കാലം ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ഈ പുസ്തകം നിറയെ ഇത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഓതർ ആ പുസ്തകത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ ഇത് ഇന്ന ആൾ എഴുതിയ പുസ്തകമാണ്, ഇത് ഇന്ന ആൾ എഴുതിയ പുസ്തകമാണ് എന്ന് എഴുതേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ വലിയ നോവൽ എഴുതുകയാണെങ്കിൽ ആ നോവലിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഇത് ബഷീർ എഴുതിയതാണ് എന്ന് ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? അത് ഓതറിൻ്റെ പേര് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോരെ. ഇവിടെ ഖുർആനിൽ എന്താ നമ്മൾ കാണുന്നത്? ഇത് അള്ളാഹു ഇറക്കിയതാണ്, ഇത് അള്ളാഹിൻ്റെ പുസ്തകമാണ്, ഇത് അള്ളാഹുവിൻ്റെ വെളിപാടാണ് എന്ന് പുട്ടിന് തേങ്ങ പോലെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. എന്താ അതിൻ്റെ അർത്ഥം? ഇത് വാപ്പ പത്തായത്തിലില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കോമഡിയല്ലേ? ഇത് അള്ളാഹിൻ്റെ പുസ്തകമാണോ അല്ലേ എന്ന കാര്യത്തിൽ ഇത് പറയുന്ന ആൾക്ക് തന്നെ സംശയമുള്ളത് കൊണ്ടല്ലേ ഇതിങ്ങനെ ആവർത്തിക്കേണ്ടി വരുന്നത്? ഇതൊക്കെ മുഹമ്മദ് പരിഹസിക്കപ്പെടാൻ കാരണമാവുകയാണ് ചെയ്തത്. തലക്ക് വെളിവുള്ളൊരു പടച്ചോൻ ഇങ്ങനെ പറയുമോ? ഇങ്ങനെ പറഞ്ഞിട്ട് സ്വയം പരിഹാസ്യനായി മാറുമോ? പരിഹസിക്കാൻ അവസരം കൊടുക്കുമോ തൻ്റെ ദൂതനെ? അവൻ കരുണാനിധിയായ അള്ളാഹുവാണ്, അവൻ അർശിനെ കീഴടക്കിയിരിക്കുന്നു, പരമകാരുണികൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഇത് രണ്ടും കോമഡിയാണ്. പടച്ചോൻ പരമകാരുണികനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ അധ്യായത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് കൊടുത്തിട്ടുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് മുഴുവൻ അധ്യായങ്ങളുടെയും തലക്കൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ആ അള്ളാഹു ഇടക്കിടക്ക് ഇങ്ങനെ പിന്നെയും പറയുകയാണ് പരമകാരുണികൻ. എന്താണ് ഈ പരമകാരുണികം? എന്താണ് ഈ പരമകാരുണ്യം? എന്നാൽ ഈ ഖുർആനിൽ തന്നെ പറയുന്ന കാര്യങ്ങളും ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളും മുഴുവൻ മനുഷ്യൻ്റെ ഒരു കോമൺ ലോജിക്ക് അനുസരിച്ച് നോക്കിയാൽ പരമകാരുണികൻ പോയിട്ട് അരപ്പൈസയുടെ കാരുണ്യമുള്ള ആളല്ല എന്ന് തെളിയിക്കുന്നതാണ്. എന്താണ് ഈ കാരുണ്യം എന്ന് പറഞ്ഞാൽ? കാരുണ്യം എന്ന വാക്കിന് മനുഷ്യൻ്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരർത്ഥമുണ്ട്. ആ അർത്ഥമനുസരിച്ചാണ് നമ്മൾ ഭാഷ മനസ്സിലാക്കേണ്ടത്, ആ അർത്ഥമനുസരിച്ചാണ് നമ്മൾ ആശയങ്ങൾ ഗ്രഹിക്കേണ്ടത്. ഇവിടെ കാരുണ്യം എന്നൊരു വാക്ക് ഖുർആനിൽ ആവർത്തിച്ച് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ പേരിൽ. ദൈവം കാരുണ്യമുള്ളവനാണെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ യുക്തി കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാരുണ്യത്തിൻ്റെ ഒരംശം പോലും കാണാൻ കഴിയില്ല. നമ്മളിവിടെ കാണുന്നത് മൊത്തത്തിൽ കൊടും ക്രൂരതകളാണ്. ഇവിടെ കാണുന്നത് മാത്രമല്ല, ഈ കഥാപുസ്തകത്തിൽ പറയുന്ന കഥയനുസരിച്ചും ദൈവം
ഒരു ക്രൂരതയുടെ പര്യായമാണ്, ഒരു സാഡിസ്റ്റാണ്. കൊടും ക്രൂരതയിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റാണ് ഈ ദൈവം എന്നാണ് ഈ കഥാപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന മൊത്തം കഥയെയും സമഗ്രമായി പരിശോധിച്ചാൽ ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് ബോധ്യമാകും. ഇത് പറയാൻ കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ കഥകൾ തന്നെ നോക്കിയാൽ മതി. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ എന്താ ചർച്ച ചെയ്തത്? എന്താണ് അള്ളാഹു എന്ന ദൈവം അന്നത്തെ മക്കക്കാരോട് ചെയ്തത്? അള്ളാഹു പറയുന്നത്, പ്രവാചകനെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് നിങ്ങൾക്ക് ഒരു താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ്. ആ താക്കീത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം വിടാം. എന്നിട്ട് ഈ അള്ളാഹു തന്നെ പറയാണ്, ആ പ്രവാചകനെതിരെ കുത്തിത്തിരിപ്പ് നടത്താനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മക്കയിലുള്ള മുഴുവൻ ഖുറൈശി നേതാക്കളെയും പറഞ്ഞയച്ചതും നിയോഗിച്ചതും ഞാൻ തന്നെയാണ്. ഇതെങ്ങനെ കാരുണ്യമാവുക? എന്ന് മാത്രമല്ല, മക്കയിലെ ഖുറൈശികളെയും നാട്ടുകാരെയും മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹുവിൻ്റെ ഈ താക്കീതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി, അള്ളാഹു പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി, അതിന് നേരെ വിരുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഇബ്ലീസിനെയും സൃഷ്ടിച്ച് കയറൂരി വിട്ടിരിക്കുന്നു എന്നും ഈ കഥാപുസ്തകത്തിൽ പറയുന്നു. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ തിന്മയുടെ പ്രതീകമാണ്, മൂർത്തിയാണ്. തിന്മയുടെ മൂർത്തിയെ സൃഷ്ടിച്ച ഒരാൾ എങ്ങനെയാണ് കാരുണ്യമുള്ളവനാവുക? കാരുണ്യവും തിന്മയും തമ്മിൽ പൊരുത്തപ്പെടില്ലല്ലോ. ഈ തിന്മ മുഴുവൻ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ കാരുണ്യവാനാണ് എന്നും ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പരസ്പര വിരുദ്ധമായ രണ്ട് പ്രസ്താവനകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യൻ്റെ കോമൺ ലോജിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളാൻ പറ്റുക? അപ്പോൾ കാരുണ്യവാനാണ് എന്ന് പറയുകയും കാരുണ്യം എന്ന ഗുണത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥമനുസരിച്ച് കാരുണ്യം എന്ന ഗുണത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ ഖുർആനിൽ കാണുന്നത്. ഇതിന് വിശ്വാസികൾ പറയുന്ന ന്യായം അതിനേക്കാളും വലിയ കോമഡിയാണ്. അവർ പറഞ്ഞു വരുമ്പോൾ വലിയ യുക്തി കൊണ്ട് ദൈവത്തിനെ സമർത്ഥിക്കാനായിട്ട് വരും, നമ്മുടെ അടുത്തേക്ക് വരും. അവിടെയൊക്കെ യുക്തിയാണ് പ്രയോഗിക്കുക. അവസാനം ഈ ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, മനുഷ്യൻ്റെ യുക്തി കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറയുകയാണെങ്കിൽ ദൈവം കാരുണ്യവാനാണ് എന്ന് നമ്മളോട് പറയാൻ പാടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അർത്ഥമുണ്ട്. കാരുണ്യം എന്ന വാക്കിന് നമ്മളുടെ ലോജിക്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അനുസരിച്ച് ദൈവം ചെയ്യുന്നത് കാരുണ്യമല്ല എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പാണ്. തിന്മ സൃഷ്ടിച്ചത് ദൈവമാണ്. മക്കയിലുള്ള മുഴുവൻ ഖുറൈശികളെയും വഴിപഴപ്പിച്ച് വിട്ടത് ദൈവമാണ്. ഈ ദൈവം തന്നെയാണ് എന്ന് ഖുർആനിൽ പറയുന്നു. അതിൽ ആകെ 5-6 ആൾക്കാർക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കുകയും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വഴിപഴപ്പിച്ച് മുഹമ്മദ് പറയുന്നത് ഒന്നും ശ്രവിക്കാതെ മുഹമ്മദിനെ അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ടിരിക്കാൻ ഏർപ്പാട് ചെയ്തത് അള്ളാഹു തന്നെയാണ് എന്ന് പറയുകയും, എന്നിട്ട് പൂർവീകരുടെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. എങ്കിൽ നിങ്ങളൊന്ന് ശിക്ഷിച്ച് കാണിക്കുക എന്ന് പറഞ്ഞ് തിരിച്ച് വെല്ലുവിളിച്ചിട്ട് പോലും അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാനൊന്നും കഴിഞ്ഞില്ല. അവസാനം മുഹമ്മദാണ് അവരെ ശിക്ഷിക്കുന്നതായിട്ട് ചരിത്രത്തിൽ പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ എവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം? കാരുണ്യം എന്ന ഗുണം അള്ളാഹുവിന് ഉണ്ടെങ്കിൽ ആ ഗുണത്തിന് വിരുദ്ധമായിട്ടുള്ള മറ്റു ഗുണങ്ങൾ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ കാരുണ്യം എന്ന ഗുണത്തിന് നേരെ വിരുദ്ധമാണ് അള്ളാഹുവിൻ്റെ ചെയ്തികൾ മുഴുവനും എന്ന് ഈ ഖുർആൻ തന്നെ സമർത്ഥിക്കുന്നു. എന്നിട്ട് കാരുണ്യവാൻ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് വൈരുദ്ധ്യമാണ്. ഇത് മനുഷ്യൻ്റെ കോമൺ ലോജിക്കിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത ഒരു അന്ധവിശ്വാസമാണ് മതം. മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത വെറും ഒരു കെട്ടുകഥയാണ്, അന്ധവിശ്വാസമാണ് ദൈവം എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത്, ആകാശഭൂമികളിലും അവക്കിടയിലും ഭൂഗർഭത്തിലുമുള്ളതെല്ലാം അവനുള്ളതു തന്നെയാണ്. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ? എല്ലാം അവനുള്ളതാണെങ്കിൽ ഇവിടെയുള്ള നന്മയും തിന്മയും ഒക്കെ അവനുള്ളതാണ്. ഇവിടെയുള്ള നന്മയും തിന്മയൊക്കെ അവൻ ഉണ്ടാക്കിയതുമാണ്. അങ്ങനെയാണെങ്കിലും അതിന് ഉത്തരവാദിയും അവൻ തന്നെയാണ്. ഈ പറഞ്ഞ കഥ അനുസരിച്ച് എല്ലാം മൂപ്പരുടെയാണ്, എല്ലാം ഉണ്ടാക്കിയത് മൂപ്പരാണ്, എല്ലാം തീരുമാനിച്ചത് മൂപ്പരാണ്. അങ്ങനെയാണെങ്കിൽ നന്മയും തിന്മയും ഒക്കെ മൂപ്പരുണ്ടാക്കിയതാണ്. അതിനെന്തെങ്കിലും പ്രതിഫലം ആവശ്യമുണ്ടെങ്കിൽ അതും മൂപ്പർക്ക് കിട്ടേണ്ടതുള്ളൂ. മറ്റുള്ളവർ നിരപരാധികളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അടുത്തത്, താങ്കൾ അവനോട് ഉച്ചത്തിൽ പറയുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ രഹസ്യമായതും അതിഗൂഢമായതും അറിയുന്നതാകുന്നു.
ഇവിടെ മുഹമ്മദ് ആദ്യമൊക്കെ ഖുർആനൊക്കെ അങ്ങനെ ഉറക്കെ ഓതിയപ്പോഴാണ് ഖുറൈശികൾ വന്നിട്ട് കളിയാക്കിയതും പരിഹസിച്ചതും. അങ്ങനെ ഉറക്കെ ഓതിയപ്പോഴാണ് മുഹമ്മദിന് വലിയ ക്ലേശം ബുദ്ധിമുട്ടും ഉണ്ടായതും മുഹമ്മദ് ആകെ വേർത്ത് കുളിക്കുകയും കാലിൽ നീര് കെട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തിനാണ് ഈ ചങ്ങായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇവൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടാൽ തന്നെ അറിയാം ഇവൻ്റെ ദൈവവും ഇവൻ്റെ വിശ്വാസമൊക്കെ ഇവനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഖുറൈശികൾ പരിഹസിച്ചപ്പോൾ മുഹമ്മദിനുണ്ടായ വിഷമം, ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിനോട് ഒച്ച കുറക്കാൻ പറയണല്ലോ. ഇവിടെ എന്താ പറയുന്നത്? നീ വാക്ക് ഉച്ചത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയും എന്ന് നീ മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ മുജാഹിദ് തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് രഹസ്യമായി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയുമെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത്. ഉച്ചത്തിലൊന്നും ഓതേണ്ട ആവശ്യമില്ല, ഉച്ചത്തിലൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിനോട് നിങ്ങൾ വ്യക്തമായ ഭാഷയിൽ വാക്കുകളൊക്കെ വ്യക്തമാക്കി തന്നെ പറയണം എന്ന് പറയുന്ന വാക്യങ്ങളും ഖുർആനിലുണ്ട്. അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള ആശയം അയാൾ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിലേ അള്ളാഹുവിന് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന വാക്യം ഖുർആനിലുണ്ട്. അതേ സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിഗൂഢമായ കാര്യങ്ങൾ വരെ എനിക്കറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ ഒച്ചയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു ഇവിടെ. ഇത് മനുഷ്യൻ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം തന്നെ അർത്ഥശൂന്യമാണ് എന്ന് കൂടി തെളിയിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ചിന്തകളും ആശയങ്ങളും അയാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ എല്ലാം അള്ളാഹുവിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അത് അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ അള്ളാഹുവിനോട് നമ്മൾ എന്തിനാണ് ആശയവിനിമയം നടത്താൻ പോകുന്നത്? നമ്മൾ എന്തിനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നത്? അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത് എന്തിനാണ്? അള്ളാഹുവേ എനിക്ക് ഇന്ന കഷ്ടപ്പാടൊക്കെ ഉണ്ട്, അതുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടാ എന്ന് പറഞ്ഞ് എന്തിനാണ് കാന്തപുരം മുസ്ലിയാരൊക്കെ ഇങ്ങനെ നിലവിളിക്കുന്നത്? കൊറോണ വന്നപ്പോൾ മൂല്യന്മാർ നിലവിളിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. കൊറോണ കൊണ്ട് മനുഷ്യന്മാരൊക്കെ ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അള്ളാഹുവിന് ഈ കരച്ചിൽ കേൾക്കാതെ മനസ്സിലാവില്ലേ? പിന്നെ ഈ കരയേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ഈ പ്രാർത്ഥനയും കരച്ചിലും കൂട്ടക്കരച്ചിലും അള്ളാഹുവിന് ഇങ്ങനെ സ്തുതി പറച്ചിലും ഒക്കെ അനാവശ്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ സ്തുതി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും അള്ളാഹുവിനോട് നന്ദി ഉള്ളവരാണ് ഇവർ, മനസ്സിൽ ഇവർക്ക് നന്ദി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ അള്ളാഹുവിന് കഴിയില്ലേ? അത് കഴിയുമെങ്കിൽ പിന്നെ അള്ളാഹുവിനോട് നിനക്ക് തന്നെയാണ് സ്തുതി, നീ തന്നെയാണ് വലിയവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞ് ഉറക്കെ വിളിച്ച് പോകേണ്ട ആവശ്യം എന്താ? എന്തിനാണ് ഇങ്ങനെ ഉറക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഈ ഉച്ചഭാഷണി വെച്ചിട്ട് ഓതുകയും പാടുകയും ചെയ്യുന്നത്? ഇവിടെ ഈ പറയുന്ന അനുസരിച്ച് തന്നെ അള്ളാഹുവിന് നിഗൂഢമായ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള നിഗൂഢമായ കാര്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഭാഷ ഉപയോഗിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഈ നിഗൂഢമായ കാര്യങ്ങൾ അറിയാൻ ഒരു ഭാഷയുടെ ആവശ്യമില്ല. നമ്മുടെ ചിന്തകൾ എങ്ങനെ പോകുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ദൈവത്തിനുണ്ടെങ്കിൽ ദൈവത്തിനോട് നമ്മൾ ഭാഷയിൽ എന്തെങ്കിലും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനകൾ നിരർത്ഥകമാകുന്നു, മുഖസ്തുതികൾ നിരർത്ഥകമാകുന്നു, ഓത്തും പാട്ടുമെല്ലാം അർത്ഥശൂന്യമാകുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഇതേ ഖുർആനിൽ നിങ്ങൾ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയുമ്പോൾ വ്യക്തമായി പറയണം എന്ന് പറയുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളാണ്. ആ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുമ്പോൾ 23 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞിരുന്നു നേരെ വിരുദ്ധമാവും മറ്റേത്. അങ്ങനെയാണ് ഇതിനകത്ത് വൈരുദ്ധ്യങ്ങളുടെ തൃശ്ശൂർ പൂരം ഉണ്ടായത്. അടുത്തത്, അവൻ അള്ളാഹുവാണ്, അവനല്ലാതെ ഒരു ഇലാഹുമില്ല തന്നെ, അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. ഇതാണ് അടുത്ത വാക്യം, 8ാമത്തെ വാക്യം. അള്ളാഹുവാണ്, അല്ല വേറെ ഇലാഹില്ല, അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ നാമങ്ങൾ ഉണ്ടാക്കുന്നത്, പേര് കൊടുക്കുന്നത്? കുറേ ആൾക്കാരുള്ളപ്പോൾ ഒരാളെ വേർതിരിച്ചറിയാനാണ് നമ്മൾ ഒരാൾക്ക് പേര് കൊടുക്കുന്നത്. പേര് എന്ന് പറഞ്ഞാൽ ഒരു കോഡാണ്, ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് പേരെന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ ജബ്ബാർ എന്ന് വിളിക്കുന്നത് ഞാൻ ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനാണ്. ഇത് ഇന്ന ആളാണ് പറഞ്ഞത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേര് വെച്ച് പറയുന്നത്. അള്ളാഹു ഏകനാണ് ഒരാളെ ഉള്ളൂ എന്ന് പറയുന്നെങ്കിൽ അയാൾക്ക് അള്ളാഹു എന്ന പേര് പോലും ആവശ്യമില്ല, ദൈവം എന്ന പേര് പോലും ആവശ്യമില്ല. കാരണം മൂപ്പര് ഒന്നേ ഉള്ളെങ്കിൽ വേർതിരിച്ചറിയാൻ പ്രത്യേകിച്ച് വേറെ ഒരു പേരിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പേരാവശ്യമാവുന്നത് എപ്പോഴാണ്? അവിടെ ലാത്തയും മനാത്തയും ഉസ്സയും അയ്യപ്പനും സ്വാമിയും മറ്റവരും ഒക്കെ ഒരുപാട് ദൈവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരാൾക്ക് പേര് കൊടുക്കേണ്ടി വരുന്നത്. ഇവിടെ അള്ളാഹുവിന് ഒരു പേര് പോരാത്തതിന് കുറേ 99 100 എത്ര പേരുണ്ടെന്നാണ് പറയുന്നത്. ഈ കുറേ പേരുകളുണ്ടെന്നും അതൊക്കെ നല്ല പേരുകളാണ് എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് അള്ളാഹുവിന് പേര്?
വേറെ ആവശ്യമില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ അയാളെ ദൈവം എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു വാക്ക് മാത്രമേ ആവശ്യമുള്ളൂ, നാമം ആവശ്യമില്ല. നാമം വേണ്ടി വരുന്നത് കുറേ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് ഒരാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദൈവങ്ങളുണ്ട് എന്ന ആശയം മുഹമ്മദിൻ്റെ മനസ്സിൽ അവിടെ അളിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന് മുഹമ്മദ് പ്രത്യേകം പേര് കൊടുത്തതും അള്ളാഹുവിന് കുറേ പേരുകളുണ്ട് എന്ന് പറഞ്ഞതും അള്ളാഹുവിൻ്റെ പേരൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞതും. ഇതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വെറും മണ്ടത്തരങ്ങളാണ്. ഇനി 9ാമത്തെ വാക്യം, മൂസായുടെ ചരിത്രം താങ്കൾക്ക് വന്നു കിട്ടിയോ എന്നാണ്. ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. മൂസേൻ്റെ കഥ എങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഞാൻ മൂസക്കഥ മൊത്തം സ്കിപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് 128ാമത്തെ വാക്യത്തിലേക്ക് പോകാം. കാരണം 128ാമത്തെ വാക്യം വരെയും മൂസക്കഥയാണ് ഇതിനകത്ത് ആവർത്തിക്കുന്നത്. ഇവിടെ മൂസക്കഥ കുറേ പറഞ്ഞതിന് ശേഷം അവസാനം ആദം നബീൻ്റെയും പിശാചിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട്. ആ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വിഷയം ഒന്ന് മാറ്റി പിടിക്കുന്നത് 128ാമത്തെ വാക്യത്തിൽ മാത്രമാണ്. 128ാമത്തെ വാക്യം, ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി ഇവരിതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കാര്യം ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ? നിശ്ചയമായും അതിൽ ബുദ്ധിമാന്മാർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇത് കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്താണ്? പൂർവീകരെ മുഴുവൻ ശിക്ഷിച്ചതിൻ്റെ കഥകൾ. അവരിങ്ങനെ അതിൽ സഞ്ചരിക്കുമ്പോൾ ആ കുന്നും മലയും കാണുന്നില്ല, അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞത് കാണുന്നില്ല, അതൊക്കെ അതിനോടനുബന്ധിച്ചൊക്കെ അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകൾ മുഴുവൻ ഇങ്ങനെ പറയുക. ആ കഥകളെല്ലാം ദൈവം ശിക്ഷിച്ചതിൻ്റെ കഥകളായിട്ട് അവതരിപ്പിക്കുക. പക്ഷെ കഥകളിൽ ദൈവം ശിക്ഷിക്കാൻ കാരണമായത് വേറെ പല കാരണങ്ങളാണ്. ആ കാരണങ്ങളെല്ലാം മുഹമ്മദ് ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അള്ളാഹു എന്നൊറ്റ ദൈവത്തിനെ ആരാധിക്കാത്തതിന് ശിക്ഷിച്ചു എന്ന രീതിയിലേക്ക് മാറ്റി ആഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അള്ളാഹു എന്ന ദൈവം ആ കഥ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. അവർക്കൊക്കെ വേറെ പ്രാദേശിക ദൈവങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ദൈവങ്ങൾക്ക് വേണ്ടി അവർ പലതരത്തിലുള്ള ആരാധനയും പ്രാർത്ഥനയൊക്കെയാണ് നടത്തിയിരുന്നത്. ആ ദൈവങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിൽ ആ ദൈവങ്ങൾ അവരെ ശിക്ഷിച്ചു എന്നാണ് പ്രചാരത്തിലുണ്ടായിരുന്ന നാടോടിക്കഥകൾ. ഈ നാടോടിക്കഥകളെല്ലാം പെറുക്കിയെടുത്തിട്ട് മുഹമ്മദിൻ്റെ ഒരു നറേഷനാക്കി മാറ്റി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ പറയാം, ഞങ്ങൾ കാണുന്നില്ലേ, അവിടെ ശിക്ഷിച്ചു, ഇവിടെ ശിക്ഷിച്ചു. ഇതൊക്കെ ഇവർ കാണുന്നുണ്ട്, ഇവർക്ക് അറിയുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഇവർ പൂർവീകരുടെ കെട്ടുകഥകൾ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ടിരുന്നത്. 129ാമത്തെ വാക്യം, താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് മുമ്പ് നടന്ന ഒരു വിധിയും നിശ്ചിത അവധിയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ശിക്ഷ വരിക തന്നെ ചെയ്യുമായിരുന്നു. ഇവിടെ ഒരു മുട്ടുന്യായം പറയാണ്. മുഹമ്മദ് ഇങ്ങനെ പൂർവീകരെ ശിക്ഷിച്ച കഥ പറഞ്ഞ് ഇവരെ പേടിപ്പിക്കാൻ നോക്കിയപ്പോൾ മക്കാർ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടു, ആ ശിക്ഷ അങ്ങോട്ട് വരട്ടെ, ശിക്ഷ വരുത്തിയിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന യാതൊരു ദൃഷ്ടാന്തവും നീ കാണിക്കുന്നില്ല. നീ ഒരു പ്രവാചകനാണെങ്കിൽ നീ ഇന്ന അത്ഭുതങ്ങൾ കാണിക്ക്. നീ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റു പ്രവാചകന്മാരുടെ അത്ഭുതങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കാണിക്ക് എന്നാവശ്യപ്പെട്ടപ്പോൾ അതൊന്നും കാണിക്കാൻ കഴിയാതെ നിരാശനായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് മുഹമ്മദ് ചെയ്തത്. ആ മുഹമ്മദ് ശിക്ഷ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൊടുക്കുന്ന മുട്ടുന്യായമാണിത്. എന്താണ്? താങ്കളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് മുമ്പ് നടന്ന ഒരു വിധിയും നിശ്ചിത അവധിയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ ശിക്ഷ വരിക തന്നെ ചെയ്യുമായിരുന്നു. എന്താ വ്യാഖ്യാനം ഒന്ന് വായിക്കാം. മുമ്പ് പല സമുദായങ്ങളെയും അവരുടെ അവിശ്വാസവും ദുർവൃത്തിയും കാരണമായി അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അത് മക്കൾക്കാർക്കും അറിയാം. ആ നിർഭാഗ്യവാന്മാർ വസിച്ചിരുന്ന നാടുകളിൽ കൂടി ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇവർ പാഠം പഠിക്കേണ്ടതാണ്. എന്നാൽ അത് ചെയ്യാതെ സത്യനിഷേധത്തിലും അക്രമത്തിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടരെ ഉടനടി ഉന്മൂലനം വരുത്താത്തതിന് കാരണമുണ്ട്. താൻ മുമ്പ് അങ്ങനെ തീരുമാനിച്ചതുകൊണ്ടാണത്. ഇവർക്ക് ഒരവധി അവൻ നിശ്ചയിച്ചിട്ടുമുണ്ട്. അതുവരെ മാത്രമേ അവർക്ക് താമസം ചെയ്തു കൊടുക്കുകയുള്ളൂ. അതെത്തിക്കഴിഞ്ഞാൽ ഉടനെ ശിക്ഷ തന്നെ. അതുകൊണ്ട് അവരുടെ പരിഹാസവാക്കും മറ്റും കേട്ട് താങ്കൾ അക്ഷമരാകരുത് എന്ന് നബിയോട് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അള്ളാഹു ഇവരെ ശിക്ഷിക്കുന്ന കാര്യവും ഇവർക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യമൊക്കെ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് ആ നിശ്ചയം അനുസരിച്ചുള്ള സമയമാവാത്തത് കൊണ്ടാണ് ശിക്ഷിക്കാത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരോട് ഈ പൂർവീകരെ ശിക്ഷിച്ച കഥ ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നത് എന്തിനാണ്? അത് മുഴുവൻ അപ്രസക്താവുമല്ലേ ഇവിടെ ചെയ്യുന്നത്? അതൊക്കെ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ.
അവരാ ശിക്ഷയ്ക്കനുസരിച്ച് അവരങ്ങനെ പ്രവർത്തിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചതാണെന്ന് ഈ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഒരു പട്ടണത്തെ നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ആ പട്ടണത്തിലുള്ള സമ്പന്നരായ ആളുകൾക്ക് ഞാൻ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ആ അർത്ഥം വരുന്ന വാക്യം ഖുർആനിലുണ്ട്. അവിടെ സമ്പന്നരായ ആളുകൾ മാത്രമേ തെറ്റ് ചെയ്യുന്നുള്ളൂ, അതിന് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ ശിക്ഷിക്കുന്നു എന്ന ക്രൂരത ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെ സമ്പന്നരായ ആളുകളാണെങ്കിൽ അവർ തെറ്റ് ചെയ്തത് കൊണ്ട് ഒരു പട്ടണത്തെ നശിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. പട്ടണത്തെ നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതിന് ശേഷം അതിന് കാരണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ സമ്പന്നരായ ആളുകളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിക്കുന്നു എന്നാണ് ഈ ഖുർആനിൽ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മക്കാർ മുഴുവൻ വഴിവഴച്ച് പോയത് അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് പിന്നെ അവിടേക്ക് ഇങ്ങനെ ഈ താക്കീതുകാരനെ പറഞ്ഞയച്ചിട്ട് ഈ പായ്യാരം പറയേണ്ട ആവശ്യം എന്താണ്? അവരെങ്ങനെ പൂർവികരുടെ കെട്ടുകഥ ശിക്ഷക്കഥ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ പേടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്നാ ശിക്ഷ ഇറക്കുക എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണിത്. ശിക്ഷ ഇറക്കാൻ നേരമായിട്ടില്ല, എന്നിട്ട് ശിക്ഷ ഇറക്കിയോ? ഇറക്കിയില്ല. പക്ഷേ ഈ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് മുഹമ്മദ് വാളെടുത്ത് അവരെ വെട്ടിയത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്നാണ്. നല്ല ശിക്ഷയല്ലേ? അടുത്തത്, അതിനാൽ അവർ പറയുന്നതിനെപ്പറ്റി ക്ഷമിക്കുകയും സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും മുമ്പ് താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രി സമയങ്ങളിലും പകലിൻ്റെ ഭാഗങ്ങളിലും അവൻ്റെ പവിത്രതയെ വാഴ്ത്തുക. എന്നാൽ താങ്കൾക്കും സംതൃപ്തി കൈവന്നേക്കാം. ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ മൂപ്പർക്ക് ഒരു സംതൃപ്തി ഇല്ല ഇപ്പോൾ. കാരണം മൂപ്പർ ആകെ പരാജയപ്പെട്ട് കിടക്കുകയാണ്, ആകെ വഷളായി കിടക്കുകയാണ്, ആകെ പരിഹാസ്യനായി കിടക്കുകയാണ്. അപ്പോൾ മൂപ്പർക്ക് യാതൊരു സംതൃപ്തി ഇല്ല. പിന്നെ സംതൃപ്തി നേടാൻ എന്ത് ചെയ്യണം? മൂപ്പരുടെ മനസ്സിങ്ങനെ ആലോചിച്ചപ്പോൾ കണ്ടെത്തിയൊരു പരിഹാരം എന്നാണ്, നമുക്ക് ഇനി അള്ളാഹുവിനെ അങ്ങനെ പോയിട്ട് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. അള്ളാഹുവാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിനൊക്കെ പരിഹാരം, ഇതിനൊക്കെ പരിഹാരമായിട്ട് മനസ്സമാധാനം കിട്ടാൻ നിങ്ങൾ എന്നെ അങ്ങനെ സ്തുതിച്ചാൽ മതി എന്ന് അള്ളാഹുവാണ് പറയുന്നത്. അങ്ങനെ അള്ളാഹു സ്തുതിച്ച് മനസ്സമാധാനം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരാഗ്രഹിക്കുന്ന തരത്തിൽ ആ മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ട് മുഹമ്മദിനൊരു സംതൃപ്തി പകർന്നു നൽകാൻ ഇവിടെ അള്ളാഹുവിനും കഴിയുന്നില്ല. എന്നിട്ട് അള്ളാഹു അതിന് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? നിങ്ങൾ ഇന്നങ്ങനെ സ്തുതിച്ചാൽ മതി, അപ്പോൾ പരിഹാരം ആയിക്കോളും. അപ്പോൾ ഒരു മനസ്സിന് സന്തോഷം സംതൃപ്തി കിട്ടിക്കോളും, ആശ്വാസം കിട്ടിക്കോളും. ഇത് മുഹമ്മദിൻ്റെ മനസ്സ് പറയുന്നതാണ്. മുഹമ്മദ് നിരാശനായപ്പോൾ, പരാജിതനായപ്പോൾ, പരിഹാസ്യനായപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ മുഹമ്മദ് സ്വയം കണ്ടെത്തിയ ഒരു പരിഹാര മാർഗ്ഗമാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അള്ളാഹുവിനെ സ്തുതിച്ച് ഒരു മൂലക്കിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ എന്ന് മുഹമ്മദ് ആശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വയം പൊങ്ങച്ചക്കാരനാക്കി ഇവിടെ തരം താഴ്ത്തുകയാണ് മുഹമ്മദ് ചെയ്തിരിക്കുന്നത്. കാരണം അള്ളാഹു ഇങ്ങനെ പറയാണ്, നിങ്ങളെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുവിൻ. രാത്രി സമയങ്ങളിലും പകലിൻ്റെ ഭാഗങ്ങളിലും അവൻ്റെ പവിത്രതയെ വാഴ്ത്തുകയും ചെയ്യുവിൻ. എന്ത് പവിത്രതയാണ് അള്ളാഹുവിനുള്ളത്? ഈ മക്കാരെ മുഴുവൻ വഴിവഴപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇത്രയും പരിഹാസങ്ങൾ കേൾപ്പിച്ച അള്ളാഹു എന്ത് പവിത്രതയാണ് കാണിച്ചിട്ടുള്ളത്? എന്നിട്ട് അവരെയൊക്കെ ശിക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ശിക്ഷിക്കുന്നില്ല, പിന്നെ ശിക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിൽ എന്ത് പവിത്രതയുള്ളത്? പിന്നെയും അള്ളാഹു അവരെയൊന്നും ശിക്ഷിക്കുന്നില്ല. ഈ മുഹമ്മദ് പോയിട്ട് വാളെടുത്ത് വെട്ടി ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാളെടുത്ത് വെട്ടാനും കുത്താനും അള്ളാഹു ഓടി വന്നിട്ട് ഒപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ എന്ത് പവിത്രതയാണുള്ളത്? ഈ പവിത്രതയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ എന്ത് ആശ്വാസമാണ് കിട്ടാൻ പോകുന്നത്? നമ്മൾ സ്വയം പരിഹാസ്യരാകുക എന്നതിലപ്പുറം ഇതിലെന്താണുള്ളത്? എന്ത് യുക്തിയാണ് ഇതിനൊക്കെ ഉള്ളത്? അവരിൽ പലർക്കും നാം ഐഹിക ജീവിതത്തിൻ്റെ മോടി നൽകി അതിലേക്ക് താങ്കൾ കണ്ണുയർത്തി നോക്കരുത്. കാരണം അവരെ അതിൽ നാം പരീക്ഷിക്കുവാനാണ് അത് നൽകിയത്. താങ്കളുടെ രക്ഷിതാവിൻ്റെ ദാനം ഉത്തമവും അധികം ശേഷിക്കുന്നതുമാകുന്നു. 131 വാക്യമാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ മുജാഹിദ് വേർഷൻ വായിക്കാം. അവരിൽ പല വിഭാഗങ്ങൾക്ക് നാം ഐഹിക ജീവിത അലങ്കാരം അനുഭവിപ്പിച്ചതിലേക്ക് നിന്റെ ദൃഷ്ടികൾ നീ പായിക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാകുന്നു കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും. ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യം ഏതാണ്ട് പിടികിട്ടും. ഇനി അതിൻ്റെ പശ്ചാത്തലം കൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവുകയും ചെയ്യും. വാഹിദി തഫ്സീറിൽ അതിൻ്റെ പശ്ചാത്തലം കൊടുത്തിട്ടുണ്ട്. അബൂ റാഫി, the client of the messenger of Allah, who reported that a gust dropped by the messenger of Allah, and so he summoned me and asked me to go to a Jewish man who sold food. He entrusted me to tell him, Muhammad has received a guest and does not have what to offer him for food. Could you sell me such and such measure of ground wheat or lend me some food which I will repay
at the appearance of the moon of Rajab. The Jew said, I will not sell him or lend him except in exchange for a security. I went back to the Prophet, and when I repeated what the Jew has said, he exclaimed, By Allah, I am trustworthy in heavens and I am trustworthy on earth. Had he sold to me or lent me, I would have paid back. Take my armor as security. This verse was revealed to console him about this word. എന്താ സംഭവം? മുഹമ്മദിന് ഒരു ദിവസം ഒരു അതിഥി വന്നു. ആ അതിഥിക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഹമ്മദ് ഈ റാഫി എന്ന് പറയുന്ന ചങ്ങാതിനെ ഒരു ജൂതൻ്റെ ഭക്ഷണക്കടയിലേക്ക് പറഞ്ഞയച്ചു. ഭക്ഷണം വിൽക്കുന്ന ഒരു ജൂതൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് മുഹമ്മദിന്. അപ്പോൾ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കൊണ്ട, കുറച്ച് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കൊണ്ട. പൈസ ഒന്നുമില്ല. മുഹമ്മദ് അത് ഇത്രാം തീയതി ഇന്ന ദിവസം തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കടം ചോദിക്കുകയാണ്. കടം ചോദിച്ചപ്പോൾ ഈ ജൂതന്മാരങ്ങനെ കടം ചോദിച്ചാൽ കൊടുക്കൂല. അവർ കടം ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ് കടം തരാൻ പറ്റില്ല, എന്തെങ്കിലും സെക്യൂരിറ്റി വേണം, എന്തെങ്കിലും പണയം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യം വന്ന് റാഫി മുഹമ്മദിനോട് പറഞ്ഞപ്പോൾ മുഹമ്മദ് ബേജാറുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിലവിളിക്കുകയാണ്. ഞാൻ കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടെ സത്യസന്ധത വെളിവാക്കാൻ വേണ്ടിയിട്ട് നിലവിളിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പടയങ്കി അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം അതവിടെ പണയം കൊടുത്തോളാം എന്നും പറഞ്ഞ് അതെടുത്തോന്നും പറഞ്ഞിട്ട് ആണ് പിന്നെ പറഞ്ഞയക്കുന്നത്. ആയുധം പണയം വെച്ചിട്ട് ഭക്ഷണം വാങ്ങാൻ പിന്നെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ അങ്ങനെ മുഹമ്മദിനെ വിശ്വാസമില്ല എന്നൊരു ജൂതൻ പറഞ്ഞപ്പോൾ, ഒരു ജൂത കച്ചവടക്കാരൻ പറഞ്ഞപ്പോൾ, കടം കൊടുക്കാതിരുന്നപ്പോൾ മുഹമ്മദിന് വിഷമം മാത്രമല്ല, മുഹമ്മദിന് ഈ ഉള്ളവരോട് അസൂയയും തോന്നി, സമ്പത്തുള്ളവരോട് അസൂയയും തോന്നി. എന്തുകൊണ്ടാണ് മുഹമ്മദ് പിന്നീട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത് എന്നും ജൂതന്മാരുടെ കച്ചവടം പൂട്ടിച്ചത് എന്നും ജൂതന്മാരോടൊക്കെ ശത്രുത പുലർത്തിയത് എന്നതിൻ്റെയൊക്കെ ഉത്തരം, മനഃശാസ്ത്രപരമായിട്ടുള്ള ഉത്തരം ഇവിടെ കിടക്കുകയാണ്. ജൂതന്മാർ അന്ന് കച്ചവടക്കാരായിരുന്നു, അതുപോലെ സമ്പന്നരായിരുന്നു, മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ട് പലിശ വാങ്ങലായിരുന്നു അവരുടെ പരിപാടി. അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പണയം വാങ്ങിയിട്ട് സാധനങ്ങൾ കടം കൊടുത്തിരുന്നു ജൂതന്മാർ. ഇത് പണ്ട് മുതലേ ജൂതന്മാരുടെ ഏർപ്പാടാണ്. അങ്ങനെ ജൂതന്മാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നത്, സമ്പന്നരാകുന്നതിൽ മുഹമ്മദിന് കടുത്ത അസംതൃപ്തിയും അസൂയയും ഉണ്ടായിരുന്നു. ആ അസൂയയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിനുണ്ടായ മാനസിക വിഷമവുമാണ് ഇതിൻ്റെ സന്ദർഭം. ആ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങുന്നത്. എന്താണ് ആയത്ത്? അവരിൽ പലർക്കും നാം ഐഹിക ജീവിതത്തിൻ്റെ മോടി നൽകിയതിലേക്ക് താങ്കൾ കണ്ണുയർത്തി നോക്കരുത്. കാരണം അവരെ അതിൽ നാം പരീക്ഷിക്കുവാനാണത് നൽകിയത്. താങ്കളുടെ രക്ഷിതാവിൻ്റെ ദാനം ഉത്തമവും അധികം ശേഷിക്കുന്നതുമാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്വത്തിലേക്കൊന്നും നോക്കി അസൂയപ്പെടേണ്ട, അതൊക്കെ എൻ്റെ ഒരു പരീക്ഷണമാണ്, അധികം താമസിയാതെ അതൊക്കെ എൻ്റെ കയ്യിലെത്തും എന്ന് ഇവിടെ അള്ളാഹു മുഹമ്മദിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ മനസ്സിൽ ഭാവിയിൽ മുഹമ്മദ് ചെയ്യാൻ പോകുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളും നേരത്തെ തന്നെ ചെറുതായി രൂപപ്പെട്ടു വന്നിരുന്നു എന്ന് വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാം. അടുത്തത്, താങ്കളുടെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ വരുന്ന വിഷമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. നാം താങ്കളോട് ആഹാരം ആവശ്യപ്പെടുന്നില്ല, താങ്കൾക്ക് നാം ആഹാരം നൽകുകയാണ് ചെയ്യുന്നത്. അവസാന വിജയം ഭയഭക്തിക്കുള്ളതാകുന്നു. ഇവിടെയും എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണിത് പറയുന്നത് എന്ന് വ്യക്തമാണ്. നിസ്കരിക്കാൻ പറയുക, വിഷമങ്ങളൊക്കെ ക്ഷമിക്കാൻ പറയുക, താങ്കൾക്ക് ഭക്ഷണം തരുന്നത്, താങ്കളോട് ഞാൻ ഭക്ഷണമൊന്നും അങ്ങോട്ട് ചോദിക്കല്ല, ഞാൻ തന്നെയാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് ഭയഭക്തി ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായിക്കോളും എന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ ഈ നിസ്കരിക്കാൻ നിൽക്കുകയും ഓതുകയും ഉറക്കം ഓതുകയും ഒക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ കഷ്ടപ്പാട് കണ്ട് ഖുറൈശികൾ മുഹമ്മദിനെ പരിഹസിച്ചപ്പോഴാണ് ഈ അധ്യായം അവതരിക്കുന്നത് എന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അവസാനം അത് കൺക്ലൂഡ് ചെയ്യുമ്പോഴും അതുകൊണ്ട് നീ നല്ലോണം നിസ്കരിച്ചോ, ക്ഷമയോടുകൂടി നീയും നിൻ്റെ കുടുംബക്കാരും നിസ്കരിച്ചോ, നിങ്ങൾക്കൊക്കെ ഒരു നല്ല കാലം വരാൻ പോകുന്നുണ്ട് എന്ന് സൂചനയാണ് ഇവിടെ നൽകുന്നത്. ജൂതന്മാരൊന്നും അങ്ങനെ ഞെളിയൊന്നും വേണ്ട, ഞകളിക്കൊന്നും വേണ്ട, അവരുടെ കയ്യിലുള്ള സ്വത്തും സമ്പത്തും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എത്തിച്ചു തരാം എന്നൊക്കെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മുഹമ്മദിൻ്റെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടണമെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിലും ചില പദ്ധതികളൊക്കെ ആ സമയത്തേക്കും രൂപപ്പെട്ടു വന്നിരുന്നു എന്നർത്ഥം. 133
അദ്ദേഹം എന്തുകൊണ്ട് തന്നെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു അമാനുഷിക ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നില്ല എന്ന് അവർ ചോദിക്കുന്നു. പൂർവ്വവേദങ്ങളിലുള്ള വ്യക്തമായ തെളിവ് അവർക്ക് വന്നു കിട്ടിയിട്ടില്ലേ? പൂർവ്വവേദങ്ങളിൽ ഈ കഥ അങ്ങനെ പറഞ്ഞു പോയത് എങ്ങനെയാണ് വ്യക്തമായ തെളിവാകുന്നത്? പൂർവ്വവേദങ്ങളിലെ കഥ പറഞ്ഞിടത്താണ് ഓരോ പ്രവാചകന്മാരും അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് ഞാനും അതുപോലുള്ളൊരു പ്രവാചകനാണ് എന്നാണ് മുഹമ്മദ് അവകാശപ്പെട്ടത്. സ്വാഭാവികമായും ആ പൂർവ്വവേദങ്ങളിലെ പ്രവാചകന്മാർ കാണിച്ചു എന്ന് പറയുന്ന സമാനമായ അത്ഭുതങ്ങളെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു താ എന്ന് മക്കൾക്കാരാവശ്യപ്പെട്ടത് വളരെ സ്വാഭാവികമാണ്. അതിനുള്ള മറുപടി അല്ല ഇത്, മറിച്ച് ഒന്നും കാണിക്കാൻ കഴിയാത്തതിലുള്ള ഒഴിഞ്ഞു മാറുന്ന ഒരു മുട്ടുന്യായം മാത്രമാണിത്. വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടല്ലോ അതുപോരേ എന്ന് ചോദിക്കുന്നത്. അതുപോരാ, അത് കഥയാണ്. ആ കഥ പോരാ, ആ കഥ സത്യമാണ് എന്നതിൻ്റെ കൂടി തെളിവാണ് അവർക്ക് വേണ്ടത്. ആ കഥ സത്യമാണ് എന്ന് വിശ്വസിച്ചാലും സമാനമായ ഒരു പ്രവാചകനാണ് മുഹമ്മദ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അവർക്ക് വേണ്ടത്. അത് ഇവിടെ കൊടുക്കുന്നില്ല. അതിൽ മുഹമ്മദ് പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. 134 അദ്ദേഹം വരുന്നതിന് മുമ്പായി വല്ല ശിക്ഷയും കൊണ്ട് അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ അവരിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, നീ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചില്ല? എന്നാൽ ഞങ്ങൾ നിന്ദ്യരും അപമാനിതരുമാകുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ലക്ഷ്യങ്ങളെ ഞങ്ങൾ പിൻപറ്റി നടക്കുമായിരുന്നല്ലോ. ഇതൊക്കെ ഒരു മുട്ടുന്യായമാണ്. അങ്ങനെ മുഹമ്മദ് വരുന്നതിന് മുമ്പ് തന്നെ അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തിനാ ശിക്ഷിച്ചതെന്ന് അവർക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് ഈ ചോദ്യത്തിനൊക്കെ അർത്ഥമുള്ളത്? താക്കീതുകാരൻ എന്ന് പറഞ്ഞ് വന്ന ആൾ യഥാർത്ഥ താക്കീതുകാരൻ തന്നെയാണോ എന്നതിൻ്റെ അത് ബോധ്യപ്പെടാനുള്ള തെളിവുകളല്ലേ അവർക്ക് വേണ്ടിയിരുന്നത്? ഈ പറയുന്ന മുട്ടുന്യായങ്ങളിലൊക്കെ എവിടെയാണ് അതിനുള്ള തെളിവ്? അടുത്തത് ലാസ്റ്റ് 135 താങ്കൾ പറയുക, നാം എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, നേരായ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. സന്മാർഗം പ്രാപിച്ചവൻ ആര് എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം. ഇതും നിരാശ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു മുട്ടുന്യായം മാത്രമാണ്. എല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നോളൂ, അതൊക്കെ നേരായ മാർഗത്തിൽ വന്നുകൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പരിഹാസത്തിനും വിമർശനത്തിനും ഒരു മുട്ടുന്യായം മറുപടിയായി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഞാൻ സ്കിപ്പ് ചെയ്ത മറ്റൊരു അധ്യായം, ഇതിനു മുമ്പത്തെ മറിയം എന്ന അധ്യായവും ഈ അധ്യായത്തിൽ ഞാൻ സ്കിപ്പ് ചെയ്ത ഒരുപാട് വാക്യങ്ങളും ഇനി തുടർന്ന് ഇതുപോലെ ഈ ആവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രസക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തനമില്ലാത്ത കാര്യങ്ങൾ എന്ന് ഖുർആനിൽ പറയുക വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം ആവർത്തനമാണ്. എങ്കിലും ഈ കഥകളുടെ ആവർത്തനമെങ്കിലും ഒഴിവാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കഥകളെ മൊത്തത്തിൽ നമുക്ക് അവസാനം ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റും ബൈബിൾ കഥകളുമായി താരതമ്യം ചെയ്തുകൊണ്ട്. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.